ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AC-ക്കകത്ത് നിന്നുകൊണ്ട് ലെൻസ് ഭയങ്കരമായിട്ട് ഫോക്കപ്പ് ആവുന്നുണ്ട്. ഇതാണ് ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുന്നത്. ഇതാണ് ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ 1. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഗുണ്ടൂർ സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ യാത്രയും തുടങ്ങുന്നത് ഗുണ്ടൂരിൽ നിന്നാണ്. നമ്മൾ ഗുണ്ടൂരിൽ നിന്ന് പോകാൻ പോകുന്നത് ഇവിടേക്കാണ്, നമ്മുടെ യശ്വന്ത്പൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. 22883 പുരി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്സിനാണ് നമ്മുടെ യാത്ര. ബേസിക്കലി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു റൂട്ടാണ്. നമ്മൾ കഴിഞ്ഞ വെച്ചാൽ നമ്മൾ കൊണ്ടോട് എക്സ്പ്രസ്സിന് വന്നതിന് നേരെ ഓപ്പോസിറ്റ് ടൈമിങ്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ രാവിലെ പുറപ്പെട്ട് ഇവിടുന്ന് നന്ദ്യാൽ ധോൺ വഴിയാണ് പോകുന്നത്. നമ്മൾ ആ നന്ദ്യാൽ റൂട്ട് നല്ലമല ഫോറസ്റ്റ് വഴി പോകുന്ന റൂട്ടാണ്. ആ റൂട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ഇപ്രാവശ്യം അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രെയിൻ 6:10-നാണ്. സമയം ഇപ്പോൾ 5:47. വണ്ടി ഏകദേശം ഒരു 15 മിനിറ്റോളം ലേറ്റാണ്. അപ്പോൾ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. നമുക്കൊന്ന് പതുക്കെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2283 യശ്വന്ത്പൂർ ഗരീബ് രഥ് സൂപ്പർ ഫാസ്റ്റ് ദ്രുതഗതി എക്സ്പ്രസ്. സൂപ്പർ ഫാസ്റ്റ് ദ്രുതഗതി ഒന്നും തന്നെയില്ല. 6:10, പക്ഷേ പ്ലാറ്റ്ഫോം നമ്പർ കൊടുത്തിട്ടില്ല. അതിന് താഴെയായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പ്ലാൻ ചെയ്യുന്നത് 1725 ഔറംഗാബാദ് എക്സ്പ്രസ് ഉണ്ട് 7:15. ഇതാണ് സ്റ്റേഷൻ. ഇവിടെ ഒരു ടണൽ കാണിച്ചിട്ടുണ്ട്, ബൊഗാദ ടണൽ എന്ന് പറഞ്ഞിട്ട്. ഈ ടണൽ വഴിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ബൊഗാദ ടണൽ വഴിയൊക്കെ നമ്മളിന്ന് പാസ് ചെയ്യും. സമയം ഇപ്പോൾ 6 മണി. 6:10-ന് പോകേണ്ട ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു, പ്ലാറ്റ്ഫോം 1 ആയിരിക്കുന്നു. ഇനി കോച്ച് പൊസിഷൻ തപ്പി നമ്മൾ കണ്ടുപിടിച്ച് പോകണം. കാരണം കോച്ച് പൊസിഷൻ NTHS വരെയിലോ 2-ലും കാണിക്കുന്നില്ല. 2-ലും കോച്ച് പൊസിഷൻ നോട്ട് അവൈലബിൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് കയറി വരുന്നു. സമയം ഇപ്പോൾ 6:14. വണ്ടി ഒരു 4 മിനിറ്റ് ലേറ്റാണ്. നിൽക്കുമ്പോഴേക്ക് 6:15, 5 മിനിറ്റ് ലേറ്റാവും. റോയപുരത്തിന് ലോക്കാണ് 30570. ഈ റോയപുരത്തിന് ചെക്കൻ ഇവിടെ അങ്ങനെ എത്തുന്നതെന്നറിയില്ല. ഇതാണ് ഗരീബ് രഥ എക്സ്പ്രസ്. നമ്മൾ G2-ലാണ്, G15. അപ്പോൾ 15 AC ചേർക്കാറുണ്ട് ഇതിന്. സോറി, AC 3 ടയർ ഉണ്ട്. എല്ലാം 3 ടയർ എക്കണോമി കോച്ചസാണ്. മുന്നിലോട്ടുള്ള കോച്ചുകളൊക്കെ വാതിക്കൽ ഒരാൾക്കാരുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരിക്കലും പറഞ്ഞ സ്ഥലത്തൊന്നും നിർത്തില്ല എന്ന് അവർക്ക് വാശിയാണല്ലോ. അപ്പുറത്തൊന്ന് മാറി വന്നിരിക്കുന്നത്. G2 അവിടെയാണ്. എൻ്റെ ഒരു സൈഡ് ലോവർ ബർത്താണ് ഇന്ന്, സീറ്റ് നമ്പർ 15. അപ്പോൾ ഏത് വഴി കയറണം? അപ്പുറത്തെ ഡോർ വഴി കയറണം. അപ്പോൾ നമ്മുടെ സീറ്റിലെത്തി. വണ്ടി ഓടി വന്ന വണ്ടി കൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചുകൊണ്ട് കയറിയത് കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ പിന്നെ കഴിച്ച് തീർത്തേക്കാം. കാര്യം നമുക്ക് ഈ റൂട്ടിൽ തുടക്കം ഡോൺ വരെയുള്ള സെക്ഷനാണല്ലോ നമുക്ക് പുതിയതായിട്ട് കവർ ചെയ്യേണ്ടത്. നമുക്കൊന്ന് കഴിച്ച് തീർക്കാം. കാരണം ഗുണ്ടൂർ നല്ലപ്പാട് സെക്ഷൻ നമ്മൾ എന്തെങ്കിലും കവർ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ പതിപോലെ ഇഡ്ഡലി വടയാണ് മേടിച്ചത്. അതിൻ്റെ കൂടെ വന്നത് ചട്നിയാണ്. ചട്നി ഞാൻ ഓൾറെഡി അതിൽ ഒഴിച്ചു. 2 ചെറിയ വടയും 2 ഇഡ്ഡലിയാണ് വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ ഗുണ്ടൂരിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 6:26. അപ്പോൾ നമ്മളങ്ങനെ ഗുണ്ടൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഞാനീ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡോറിലേക്ക് പോകാം. അപ്പോൾ നമ്മളങ്ങനെ നല്ലപ്പാട് ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഇവിടെ നിന്നാണ് ലൈൻ തിരിയുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലൊരു വലിയ വാഗൺ മെയിൻ്റനൻസ് ഡിപ്പോ ഉണ്ട്. അവിടെ കാണാം. അത് ട്രാക്ക് മെഷീൻ ഡിപ്പോ ആണ്. അതിനപ്പുറത്താണ് വാഗൺ മെയിൻ്റനൻസ് ഡിപ്പോ. ഭഗത് കി കുട്ടിയുടെ 41812 റേക്കിനെ റിവേഴ്സ് ചെയ്യണം. ഇവിടെ ഒരു ട്വിൻ വാഗണൈൻ കിടക്കുന്നു, ബൊക്കാറോ ഷെഡിൻ്റെ. ഇതാണ് നല്ലപ്പാട് ജംഗ്ഷൻ.
അപ്പോൾ അതായത് നല്ലപ്പാട് ജംഗ്ഷൻ സ്റ്റേഷൻ. ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്ത ലൈന്. ഇവിടുന്ന് നമ്മുടെ പിടികൂരുള്ളൊക്കെ വഴി ഹൈദരാബാദിലോട്ട് പോകുന്ന ലൈനാണ്, സെക്കൻഡറാബാദിലോട്ട് പോകുന്ന ലൈനാണ്. നമ്മളിപ്പോൾ കയറിയാൽ നന്ദ്യാൽ വഴി ഡോണിലേക്ക് പോകുന്ന ലൈൻ. ഈ ലൈൻ അത്യാവശ്യം മലകളുടെ ഇടയിൽ കൂടെ പോകുന്നത്. ഇത് ആക്ച്വലി നല്ലമല ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു പഴയ നക്സൽ ആക്റ്റീവ് റീജിയനായിരുന്നു. നല്ലമല ഫോറസ്റ്റിനകത്ത് കൂടെ പോകുന്നത്. ശ്രീശൈലം ടെമ്പിൾ അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ശ്രീശൈലത്ത് അങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്കൊന്ന് മരക്കാപ്പുറം റോഡ് ഇറങ്ങി പോകണം തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോറസ്റ്റിനകത്ത് കൂടെ പോകുന്ന റൂട്ടാണിത്. നല്ല ഭംഗിയുള്ള റൂട്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് തിരുപ്പതി ഗുണ്ടൂർ എക്സ്പ്രസ് ആയിരുന്നു. ഈ ട്രെയിൻ നമ്മൾ ഇന്നലെ, അതായത് നമ്മുടെ കോയമ്പത്തൂർ തിരുപ്പതി യാത്ര നമ്മൾ ഈ റേക്ക് പക്കാലെ കിടക്കുന്ന കണ്ടായിരുന്നു. ക്വാറിയാണ്, മലയുടെ സൈഡൊക്കെ തുരന്ന് തീർത്തതുണ്ടോ. ഫ്രഷ് പെട്രോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ പോയി പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നു. മറ്റേത് ഈ ട്രെയിൻ ഓൾറെഡി 10-15 മണിക്കൂർ ഓടി വന്നല്ലേ, പിന്നെ അത് ഓൾറെഡി ഒരാൾ കടന്നുണ്ടായിരുന്നു. പില്ലോ കവർ മാറ്റാൻ പറ്റണം, പില്ലോ കവർ എടുക്കാൻ ആൾ പോയിട്ടുണ്ട്. വണ്ടി ഫുള്ളാണ്. കാഴ്ചകൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ 1-2 വീഡിയോയിൽ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ കഷ്ടപ്പെട്ട് ദിവസം മുഴുവൻ അതൊക്കെ നിന്ന് പിടിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വ്യൂസ് തീരെ കുറവാണ്. അതുകൊണ്ട് വീഡിയോസ് നമ്മൾ ഷോർട്ടാക്കാൻ തീരുമാനിച്ചു. അടുത്ത സ്റ്റോപ്പായി നരസറാവുപേട്ടിലേക്ക് എത്താം. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലെ ഡോറൊക്കെ പാക്ഡാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. കുറച്ച് നേരം കിടന്നു. കാര്യം വിഷ്വൽസൊക്കെ നമ്മൾ കണ്ട മലകളും പാടങ്ങളും അതൊക്കെ തന്നെയായിരുന്നു. അതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഉടനെ ഏതോ വണ്ടി വരാനുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ യാത്രക്കാരുണ്ട് പ്ലാറ്റ്ഫോമിൽ നിറച്ച്. ഇതാണ് നരസറാവുപേട്ട് സ്റ്റേഷൻ. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് G2. ICF ബിൽറ്റാണ്. കോച്ച് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ICF ബിൽറ്റാണിത്. 222320 222-320 ആണ് നമ്മുടെ കോച്ച്. LWACCNE. ICF ബിൽറ്റാണ്. ബിൽഡേഴ്സ് ഫ്ലൈറ്റ് ഞാൻ കണ്ടായിരുന്നു. ഇതൊരു TT വന്നിട്ടില്ല. TT വന്നു കഴിഞ്ഞാൽ സമാധാനമൊക്കെ ഡോറിൽ പോയി നിൽക്കായിരുന്നു. ഇതുവരെ TT ഇങ്ങോട്ട് വന്ന് നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് പോയിട്ടില്ല. നമ്മളങ്ങനെ നരസറാവുപേട്ടിൽ നിന്ന് വിട്ടു. ഇവിടെ ചാർജറായിട്ടുള്ള യുദ്ധമായതുകൊണ്ട് ഡിപ്പാർച്ചർ പിടിക്കാൻ പറ്റിയില്ല. ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വിഷ്വൽസ്. വഴി മുഴുവൻ കൃഷിയുണ്ട്. നല്ലോണം കൃഷിയുള്ള സ്ഥലമാണ്. നല്ല രീതിക്ക് കൃഷിയുണ്ട്. പിന്നെ പച്ചപ്പുണ്ട്. ഡ്രൈ അല്ല ഇതുവരെ. നമ്മുടെ ജന്മഭൂമി എക്സ്പ്രസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പിടികൂരുള്ള ജംഗ്ഷനിൽ ലൈൻ പുറപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും. പിടികൂരുള്ള എന്നാൽ ന്യൂ പിടികൂരുള്ള ജംഗ്ഷൻ എന്ന സ്റ്റേഷനിലാണ് ലൈൻ നമ്മൾ കണ്ടത്. ഇതാണ് ആ ലൈന്. സാവല്യപുരം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് വരുന്നത്.
വിനുകൊണ്ട സ്റ്റേഷൻ. നമുക്കിനി മർക്കാപ്പുറം റോഡിൽ സ്റ്റോപ്പുണ്ട്, നമുക്ക് അതുവരെ സ്റ്റോപ്പൊന്നുമില്ല. ഈവൻ ഈ സ്റ്റോപ്പുകൾ വളരെ കുറവാണ്. പിന്നെ ഗുണ്ടൂരോട്ട് നരസറാവുപേട്ട് മർക്കാപ്പുറം റോഡ് ഡോണ്, നന്ദ്യാല ഡോണ് ഇത്രയുള്ളൂ സ്റ്റോപ്പ്. കൊണ്ട സ്റ്റേഷനായിരുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ പോയത് ഹുബ്ബള്ളി വിജയവാഡ എക്സ്പ്രസ്. ഇവിടുത്തെ ആ വേലി കണ്ടോ, അത് കല്ലടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് കല്ലടുക്കി വെച്ചിട്ടുണ്ട് അവർ. കല്ലടുക്കി വെച്ചിട്ടാണ് ആ വേലി മതിൽ പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പറായിട്ട് നല്ല ഡിസൈൻ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്കന്ന് ഈ പ്രദേശം എവിടെയെങ്കിലും ക്വാറിയും കാണുമായിരിക്കും, അല്ലാണ്ട് അങ്ങനെ നൈസായിട്ട് വെട്ടിയ കല്ല് കിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ മർക്കാപ്പുറം റോഡിലേക്ക് എത്തുന്നു. മർക്കാപ്പുറം റോഡിലേക്ക് എത്തുന്നു. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് പ്ലാറ്റ്ഫോം കാണാം. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. അപ്പുറത്ത് എൻ്റെ കോച്ചിന് എൻ്റെ സീറ്റിന് ചുറ്റുവട്ടത്തുള്ള സീറ്റിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഇറങ്ങും. അതൊരു പാക്കേജ് ടൂർ പോലെ ഉണ്ടായിരുന്നു കണ്ടിട്ട്. ഇവിടെ ഇപ്പോൾ ഏതോ ട്രെയിൻ വരുന്നുണ്ട് തോന്നുന്നു. അപ്പുറത്തെ സൈഡിൽ കുറച്ച് യാത്രക്കാർ നിൽക്കുന്നുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഒരു ഗുണ്ടൂർ എക്സ്പ്രസ്, കാച്ചിഗുഡ ഗുണ്ടൂർ എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ ഇതാണ് മർക്കാപ്പുറം റോഡ്. ഇവിടെ നിന്നാണ് ശ്രീശൈലം സ്റ്റേഷനിലേക്ക് പോകുന്നത്. നമ്മളവിടെ അപ്പുറത്ത് നമ്മുടെ കോച്ചിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങാനുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ലോണം ബിഫോർ ടൈം, ഇവിടുന്ന് 8:25 പോകുള്ളൂ. അപ്പോൾ സമയം 8:14 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി 11 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ മർക്കാപ്പുറം റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കാര്യമായിട്ട് ഈ തിരക്കൊന്നുമില്ല ട്രെയിൻ ഏറെക്കുറെ കാലിയായി. എൻ്റെ പ്രദേശത്ത് നിന്ന് എല്ലാ സീറ്റും കാലിയായി. ഇനി അങ്ങോട്ട് ബോർഡിങ് ഉണ്ടാവുമോ എന്നറിയില്ല, അതോ ഇങ്ങനെ തന്നെ അങ്ങ് വരെ പോകുന്നില്ല. ട്രെയിൻ കാലിയെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ കുറച്ച് കോച്ചുകൾ കാലിയെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഫ്രണ്ടിലോട്ടൊക്കെ കണ്ട കോച്ചുകൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് പുറത്തൊക്കെ ആൾക്കാരിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൃത്യസമയമായി 8:25 മർക്കാപ്പുറം റോഡിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഘാട്ട് സെക്ഷനിലോട്ട് കയറും. ആ ഘാട്ട് സെക്ഷൻ കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര, സത്യം പറയുന്നത്.
മർക്കാപ്പൂർ റോഡ് എന്നാണ് ബോർഡുകളിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെ മർക്കാപ്പുറം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങ് ദൂരെ മലകൾ കാണുന്നുണ്ടോ? ആ മലകളിൽ ഇടയ്ക്ക് എവിടെയുമാണ് ശ്രീശൈലം ടെമ്പിൾ ഉള്ളത്, ശ്രീശൈലം അമ്പലം ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി നല്ലൊരു ശതമാനം ആൾക്കാരും കണ്ടിട്ട് പിൽഗ്രിം പാക്കേജ് ടൂർ പോലെ ഉണ്ടായിരുന്നു. അവർ മിക്കവാറും ശ്രീശൈലം പോകാൻ വേണ്ടി വന്നവരായിരിക്കണം. എല്ലാവരും മറാഠി സ്പീക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊരു കഴിഞ്ഞ് നമ്മൾ ഈ മലകളാണെന്ന് പറയാം, മലകളുടെ അടുത്തേക്ക് ചെല്ലും. നമ്മൾ പിന്നെ ഒരു ഗാർഡ് സെക്ഷൻ പാസ് ചെയ്താണ് നമ്മൾ നണ്ടിയാലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഈ ഗാർഡ് സെക്ഷനൊക്കെ ഈ റീജിയൻ, അതായത് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ കമ്പം എന്ന് പറഞ്ഞ സ്ഥലം മുതൽ അങ്ങോട്ട് നമ്മൾ നല്ലമല എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് റേഞ്ച്, നല്ലമല എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് റേഞ്ച് നമ്മൾ പാസ് ചെയ്യും. ആ നല്ലമല ഫോറസ്റ്റ് റേഞ്ച് പണ്ട് കാലത്ത് നക്സൽ മാവോ എന്താ പറയുക വളരെ ആക്റ്റീവായിട്ട് ഏരിയ ആയിരുന്നു. നക്സലിസം മാവോയിസം ഒക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നൊരു ഏരിയ ആയിരുന്നു നല്ലമല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പഴയ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YSRൻ്റെ മരണം സംഭവിച്ചതും നല്ലമല ഫോറസ്റ്റ് റേഞ്ച് ഒരു ഹെലികോപ്റ്റർ ക്രാഷിലായിരുന്നു. കാച്ചിഗുഡ ഗുണ്ടൂർ എക്സ്പ്രസ് ആയിരുന്നു അത്. നമ്മളിപ്പോൾ കമ്പം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. കമ്പം കമ്പം വിട്ടുകൊണ്ട് ലെഫ്റ്റിലോട്ട് ഒരു ലൈൻ പോയി. ഇത് എങ്ങോട്ട് പോകുന്ന ലൈനാണെന്ന് അറിയില്ല കേട്ടോ. അതാണ് തോന്നുന്നു പഴയ ലൈന്. അത് പഴയ ലൈൻ. നമ്മളിപ്പോൾ പോകുന്ന പുതിയ അലൈൻമെൻറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ അലൈൻമെൻറ്റ് തിരിച്ചിങ്ങോട്ട് വരുന്നു. അത് പഴയ അലൈൻമെൻറ്റ്, നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന പുതിയ അലൈൻമെൻറ്റ് വേണം. ഇതിൽ മറ്റേ സാധാരണ ടിപ്പ് ചായ അല്ല, മറ്റേ നമ്മുടെ വന്ദേ ഭാരത് കിട്ടുന്ന പ്രീമിക്സ് ചായ ഇല്ലേ, അതാണ് അവൻ സെർവ് ചെയ്യുന്നത്. അവിടെ ഒരെണ്ണം ഉണ്ടാക്കുന്നതാണ്. അതിനവൻ 20 രൂപയാണ് മേടിക്കുന്നത് ചായക്ക്. കാപ്പിക്ക് 30 രൂപ. ഓൺബൂർ കാറ്ററിംഗ് അടുത്ത് നിന്ന് ഒരു ഉപ്പുമാവ് മേടിച്ചു. 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ. ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത്ര സ്റ്റൈൽ ഉപ്പുമാവാണ്. ഈ വാപ്ടെക് ലോക്കോസിൻ്റെ ലോക്കോ സൗണ്ട്സ് കേട്ടിട്ടുണ്ട്. എൻജിൻ സൗണ്ട് കേട്ടാൽ ശരിക്കും നമ്മുടെ ആൽക്കോ പോലെ തന്നെ ഉണ്ടാവും. ആൽക്കോ തോറ്റുവും. ആൽക്കോ പ്രോ മാക്സ് എന്ന് വിളിക്കാൻ ഇപ്പോൾ പാസ് ചെയ്താൽ ത്രോട്ടിലുണ്ടായിരുന്നില്ല. കാര്യം അവനവിടെ ആംബർ സിഗ്നലായിരുന്നു. അപ്പോൾ അവൻ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി സ്പീഡ് കുറച്ചാണ് വന്നത്. ഈ നല്ല ഭംഗിയുള്ളൊരു പൂവ്, എന്തോ കൃഷിയാണ്, എന്ത് കൃഷിയാണെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട് പൂവ് കാണാൻ. പൂവല്ലെന്ന് തോന്നുന്നു കൃഷി. എന്തായാലും എന്തോ ഒരു പച്ചക്കറിയാണ്. എനിക്ക് ഇവിടെ കൂടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. മല കടന്ന് അപ്പുറത്തോട്ട് ഇറങ്ങി ചെല്ലുന്നതാണ് നണ്ടിയാൽ. ഈ മലകളൊക്കെ കിടക്കുന്നത് നല്ലമല ഫോറസ്റ്റ് റേഞ്ചിനുള്ളിലാണ്. അപ്പം നല്ല മലകളാണ്. നമ്മൾ
നമ്മളിപ്പോൾ ജസ്റ്റ് ദിഗ്വമെട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിളാന്ന് തോന്നുന്നു. അതായിരിക്കും നമുക്ക് ആംബർ സിഗ്നൽ കിട്ടിയത്. ഇവിടെ ഒരു ഫ്രൈറ്റ് നമ്മൾ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടുള്ള ആംബറായിരുന്നു. ഞാൻ വിചാരിച്ചു സിംഗിളായതുകൊണ്ടായിരിക്കും. ഫ്രൈറ്റിന് ഓവർടേക്ക് ചെയ്യണം. ഗാർഡുണ്ട്. അപ്പോൾ ലൈവ് ഫ്രൈറ്ററാണ്. ലൈവ് ഫ്രൈറ്റർ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ലോക്കോ ഉണ്ടാവും. ഇതാണ് നമ്മളിപ്പോൾ നിർത്തിയ ദിഗ്വമെട്ട എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അങ്ങനെ ദൂരെ മലകൾ കാണാം, നമുക്ക് കയറാനുള്ള മലകൾ. ഇത് ക്രോസിങ്ങും കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ കയറി വരുന്നുണ്ട്. ഒരു വാബ് 4 ഹോളിൻ്റെ ട്രെയിനാണ്. അത് ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. നമുക്ക് ഈ ഫ്രൈറ്റിലുള്ളതൊന്നും കാണാൻ പറ്റില്ല. ധോൺ ഗുണ്ടൂർ പാസഞ്ചർ, ധോൺ ഗുണ്ടൂർ എക്സ്പ്രസ് ആണ് സാധനം. അത് കുത്തി ഷെഡിൻ്റെ ലോക്കോസാണ്. 32008 ആണ് ലൈനിങ്. അതാണ് ദിഗ്വമെട്ട. ദിഗ്വമെട്ട കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഘാട്ടിലോട്ട് കയറുകയാണ്. ഇപ്പോൾ ഘാട്ട് സെക്ഷൻ തീർത്ത് നമ്മൾ അപ്പുറത്തിറങ്ങി നന്ദ്യാലാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഈ വണ്ടിക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്റ്റോപ്പിംഗ് പാറ്റേൺ ആണ്. മിർസാപൂർ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് നന്ദ്യാൽ ഏകദേശം 2.5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് റണ്ണാണ്. നന്ദ്യാൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 2 മണിക്കൂറിനടുത്ത്, 2 മണിക്കൂർ തികച്ചില്ല, 2 മണിക്കൂറിനടുത്ത് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. പിന്നെ ഡോണിലേക്ക്, ഡോണിൽ നമുക്ക് ലഞ്ച് കിട്ടും. ഡോണിൽ നമുക്ക് ലഞ്ച് വല്ലതും മേടിക്കാം. ഇപ്പോൾ ട്രെയിനിൽ ഓൺ ബോർഡ് കാറ്ററിംഗുകാരോ ലഞ്ചിന് ഓർഡർ വെച്ച് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ഓർഡർ കൊടുത്തില്ല. ഞാൻ വെച്ചാൽ ഡോണിൽ നമുക്ക് ലഞ്ച് മേടിക്കാം. പിന്നെ അതുപോലെ ഉപ്പുമാവ് കഴിച്ചത് അടിപൊളിയായിരുന്നു. നല്ല ആന്ധ്രാപ്രദേശ് സ്റ്റൈലിൽ അടിപൊളി ഉപ്പുമാവായിരുന്നു. അത് ചെറുതായിട്ട് മസാല ഉണ്ടാവും, അതിൽ മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു, അതിൽ നന്നായിരുന്നു. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. ഘാട്ട് സെക്ഷൻ്റെ സ്പീഡ് ലിമിറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ.
ഇതവിടെ പില്ലേഴ്സ് കാണുന്നുണ്ടോ? അത് പഴയ പാലമാണ്, പഴയ റെയിൽവേ പാലം വരുന്നത്. പണ്ട് റെയിൽവേ ലൈൻ അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. അതിനാണ് കാണുന്ന പില്ലേഴ്സ് എല്ലാം. പാരലായിട്ട് റോഡുണ്ട്. അപ്പോൾ അതായിരുന്നു രണ്ടാമത്തെ ടണൽ. അത് ചെലമ ടണലോ. ചെലമായിരുന്നു തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ. ഈ ഒരു സ്ട്രെച്ച് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നലെ ഒരു പകല് മുഴുവൻ, ഉറക്കം പോലില്ലാണ്ട് ഇന്നലെ ഒരു പകല് മുഴുവൻ നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഗുണ്ടൂർ വന്ന് ഇന്നിപ്പോൾ രാവിലെ ഈ ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് കാണിക്കാൻ പറ്റിയില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ട്രെയിൻ ഡിലേ ആയി, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് എനിക്ക് വേറെ ഓൾട്ടർനേറ്റീവ് എനിക്ക് എടുക്കേണ്ടി വന്നു. ഇപ്രാവശ്യം അതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു റൂട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ മലകൾ കഴിഞ്ഞു. മലയിൽ നമ്മൾ താവോട്ടിറങ്ങി, പുറത്തോട്ടിറങ്ങി. മലകൾ കഴിഞ്ഞ് നമ്മൾ മലകളിൽ നിന്ന് പുറത്തോട്ടിറങ്ങി, നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി. ഇനി കുറച്ച് നേരം കൂടി ഉണ്ടാകും അടുത്ത സ്റ്റോപ്പിലേക്ക്. നല്ലമല റിസർവ് ഫോറസ്റ്റ് എൻഡ്സ്. ഇപ്പോൾ കാടും മലയും ഒക്കെ കഴിഞ്ഞു. നമ്മുടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്കറിയില്ല, നമ്മുടെ കോച്ചിന് ഫ്ലാറ്റ് വീലില്ല. ഏതൊരു കനാലാണ്, തെലുഗു ഗംഗ. ഓക്കെ, നമ്മുടെ കോച്ചിന് ഫ്ലാറ്റ് വീല്. പക്ഷേ തൊട്ടപ്പുറത്തെ കോച്ചിനാണ് ഫ്ലാറ്റ് വീലുണ്ട്. അപ്പോൾ അപ്പുറത്തൊന്നും സൗണ്ട് കേൾക്കാണ്ട് നമ്മുടെ സൈലൻ്റാണ്. ഗജുലപ്പള്ളി എന്നാണ് സ്റ്റേഷൻ്റെ പേര്. വാഴക്കൃഷിയാണ് ഇവിടെ. ഇവിടെയൊക്കെ നല്ലോണം കൃഷിയുള്ള ഏരിയയാണ്. അത്യാവശ്യം നല്ലോണം തന്നെ കൃഷിയാണ് ഇവിടെയൊക്കെ. നമ്മൾ ട്രാവൽ ചെയ്ത ദൂരം മുഴുവൻ അങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്, കണ്ടോ, കയ്യിലുണ്ടോ ചെളി പിടിച്ചിട്ട്. നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴുള്ളൊരു പ്രശ്നമാണിത്, കയ്യിൽ മൊത്തം ചെളി പിടിച്ചത്. വാതിന്മേ ഇതുമേലുള്ള ചെളിയാണ്, ഇതിനുള്ള ചെളി മൊത്തം കൈ പിടിച്ച് നമ്മൾ പിന്നെ ഇതൊക്കെ കഴുകി. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാര്യം കൈ മൊത്തം വൃത്തികേടായിരിക്കും. എങ്ങനെയൊക്കെ നമ്മൾ കഴുകിയാലും നല്ലൊരു ശതമാനം അഴുക്ക് നമ്മുടെ വയറ്റിനകത്തോട് ചെല്ലും.
അപ്പോൾ നമ്മൾ ജസ്റ്റ് നന്ദ്യാൽ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നന്ദ്യാലാണ് നമ്മുടെ അടുത്ത ഹോൾട്ട്. ഒരു ടവർ കാർ ഷെഡുണ്ട്. 8 വീൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയ ടവർ കാർ ഷെഡാണ്. 4 വീൽ ടവർ കാർ, 8 വീൽ ടവർ കാറുണ്ട്. ഇപ്പോൾ 4 വീൽ നിർമ്മിക്കുന്നില്ല. നന്ദ്യാൽ റണ്ണിങ് റൂമൊക്കെ ഉണ്ട്. അപ്പുറത്തെ ന്യൂ റണ്ണിങ് റൂം ഉണ്ടായിരുന്നു, ഇത് പഴയ റണ്ണിങ് റൂം. നമ്മൾ ജസ്റ്റ് നന്ദ്യാല ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഒരു ട്വിൻ G9 കിടക്കുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിങ്ങിന് കൊടുക്കാനോ വല്ല ആയിരിക്കും. അല്ലെങ്കിൽ ഫ്രൈറ്ററിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാസിപേട്ട് ഷെഡിൻ്റെയാണ് രണ്ടും. അതിൻ്റെ പുറകിലായിട്ട് ഒരു വിജയവാഡ WDG 4D കിടപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് നന്ദ്യാലയിലേക്ക് എത്തി. അപ്പോൾ എല്ലാവർക്കും നന്ദ്യാൽ സ്റ്റേഷനിലേക്ക് സ്വാഗതം. നമ്മൾ 10:03 ഇവിടെ എത്തി. നമ്മുടെ ഇവിടുത്തെ ഷെഡ്യൂൾഡ് അറൈവൽ ടൈം എന്ന് പറയുന്നത് 10:55 ആയിരുന്നു. ഇന്ന് 11 മണിക്കാണ് നമ്മുടെ ഡിപ്പാർച്ചർ. അപ്പോൾ നമ്മളിനി ഏകദേശം 1 മണിക്കൂർ നന്ദ്യാലിൽ കിടക്കും. ഇതാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ ഷെൽട്ടേർഡ് റീജിയൻ. നല്ല വലിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറാണ്. ഇതാണ്, നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. ഇവിടെ IRCTCയുടെ ഒരു ഫുഡ് ട്രാക്കൊക്കെ ഉണ്ട്. ലഞ്ച് മേടിക്കാറായിട്ടില്ല. ലഞ്ച് നമുക്ക് ധോണിയിൽ നിന്ന് മേടിക്കാം. ഇവിടെ ലഞ്ച് മേടിക്കുന്നില്ല. നമുക്ക് സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്ന് പുറത്തുനിന്ന് കൊണ്ടിട്ട് വന്നാലോ? ഇതാണ് നന്ദ്യാൽ സ്റ്റേഷൻ. ഇവിടെ ഒരു നന്ദി വിഗ്രഹമുണ്ട്. അതിൻ്റെ പുറകിൽ അവർ വരച്ചിട്ടുണ്ട് നന്ദി വിഗ്രഹവും. ഇവിടെ ശിവൻ്റെ അമ്പലമുണ്ട്. അഹോബിലം ടെമ്പിൾ എന്നോട് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അഹോബിലം ടെമ്പിളിനോട് റിലേറ്റഡ് ആയിരിക്കണം ഇത്. എനിക്ക് ഇതിനെപ്പറ്റി വലുതായിട്ട് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എന്നാൽ ഞാൻ വിക്കിപീഡിയയിലൊക്കെ നോക്കിയിട്ട് ഞാൻ താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ അവിടെ നടുക്കായിട്ടൊരു ഫൗണ്ടനും അതിന് ചുറ്റും 2 പ്രാവുകളും പക്ഷികളൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ കേട്ടോ അത്. നമ്മളിന്നിപ്പോൾ നേരത്തെ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സ്റ്റേഷൻ കണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഈ നന്ദ്യാലൊന്നും വന്ന് സ്റ്റേഷൻ പുറത്തുനിന്ന് കാണുകയില്ല. നല്ല രസമുണ്ടല്ലേ? നമ്മുടെ ട്രെയിനാണ്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1-ലുണ്ടെന്ന്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. നമുക്ക് തിരിച്ച് ട്രെയിനിൽ കയറാം. നമുക്ക് എന്തെങ്കിലും ഇവിടെ കിടക്കുന്ന അത്ര നേരം കൊണ്ട് നമ്മുടെ ക്യാമറ ഒക്കെ ഫുൾ ചാർജ് ചെയ്തേക്കാം. ഇത്ര ആയ സ്ഥിതിക്കൊന്നും ലോക്കോന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ലോക്കോയിൽ സാൻഡിങ് ചെയ്യുന്നു, സാൻഡ് നിറയ്ക്കുന്നു. ഘാട്ടുകാർ ഇപ്പോൾ സാൻഡ് തീർന്നു പോയിണ്ടാവും. അതാണ് സാൻഡ് ബോക്സ്. അതിൻ്റെ ഡ്രൈ ചെയ്ത സാൻഡാണ് വരുന്നത്. ഒരു ട്വിൻ G9 ഗോൾഡ് ഫ്ലൈറ്റ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ലോക്കോ 30570 റോയപുരത്തിൻ്റെ. റോയപുരം ലോക്കോ എങ്ങനെ ഇതിന് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും എത്തി. ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വർക്ക് ചെയ്ത ക്രൂ ഇറങ്ങിപ്പോയി. പുതിയ ക്രൂ ഇതുവരെ കയറിയിട്ടില്ല. നല്ല ചൂട് പുറത്ത്. ഒരു ഐസ്ക്രീം കഴിച്ചേക്കാന്ന് തോന്നി. ഞാൻ ഐസ്ക്രീം കഴിക്കാത്ത ഒരാളാണ്. ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കൂട്ടി വെള്ളം മേടിച്ചു. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി കഴിഞ്ഞു. ഹോൺവുഡ്. സൂര്യ ബൈ ബൈ ബൈ. അപ്പോൾ അങ്ങനെ നമ്മൾ നന്ദ്യാലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നന്ദ്യാൽ സ്റ്റേഷൻ ഞാനത് നടന്ന് കാണിച്ചായിരുന്നു ഒരു പ്രാവശ്യം. നമ്മൾ കുറച്ചധികം നേരം ഈ സ്റ്റേഷനിലുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം എന്താ പറയുക 1 മണിക്കൂറിനടുത്ത് 55 മിനിറ്റ് നമ്മൾ ഈ സ്റ്റേഷനിൽ കിടന്നു. ജസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നു. ഇപ്പോൾ വേറെ ട്രെയിനിൻ്റെ നമ്പർ കാണിച്ചു തുടങ്ങി പ്ലാറ്റ്ഫോമിൽ. ടു 883 തന്നെയാണല്ലോ കാണിക്കുന്നത്. എന്തായാലും SLRD കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നന്ദ്യാലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. നന്ദ്യാൽ ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ആ ജംഗ്ഷൻ ആവാനുള്ള കാരണം ഇവിടുന്ന്
പ്രോഡക്റ്റൂർ വഴി എറകുണ്ടിലേക്ക് പോകുന്ന ഒരു ലൈനുണ്ട്. നമുക്ക് ആ ലൈനൊന്ന് കണ്ടേക്കാം. ലെഫ്റ്റ് സൈഡിലാണത്. ഇതായിരുന്നു നന്ദ്യാൽ സ്റ്റേഷൻ. കുറേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. 1, 2, 3 ഫ്ലൈറ്റ് കിടപ്പുണ്ടായിരുന്നു. ഒരെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കിടക്കണ്ടായിരുന്നു. നന്ദ്യാൽ സ്റ്റേഷൻ വേറെ പ്രത്യേകത കൊണ്ടുള്ളതെന്ന് വെച്ചാൽ നന്ദ്യാൽ സ്റ്റേഷൻ മുതലാണ് ഗുണ്ടക്കൽ ഡിവിഷൻ സ്റ്റാർട്ടാവുന്നത്. ഇത്രയും നേരം നമ്മൾ ഗുണ്ടൂർ ഡിവിഷനിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗുണ്ടക്കൽ ഡിവിഷനിലേക്ക് കയറുകയാണ്. അങ്ങ് ഏറ്റവും വരെ ലാൻഡിൽ വരെ എനിക്ക് തോന്നുന്നു റെയിൽവേ ലൈൻ അവിടെ വരെ വരും തോന്നുന്നു. അവിടെ ലാൻഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ സിംഗിൾ ലൈനിൽ തന്നെ ഉണ്ടോ, ഡബിൾ ലൈൻ ആയിട്ടില്ല. കുന്തു നദി കിടക്കുന്നു. അപ്പോഴത്തെ പുതിയ പാലം ലൈനിരിക്കുന്നുണ്ട്. ഈ പ്രോദത്തൂർ ലൈൻ ആ പുതിയ പാലത്തിലേക്ക് മാറ്റും. ഇപ്പോഴത്തെ ഈ ലെഫ്റ്റിലുള്ള ലൈന് നമ്മുടെ ഡൗൺ ലൈനാണ്. ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന ലൈൻ നേരെ എറകുണ്ടില പോയി കയറും. പ്രോദത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം വഴി എറകുണ്ടില പോയി കയറും. നമ്മളിതുവരെ അങ്ങോട്ടൊരു ട്രിപ്പ് പോയിട്ടില്ല. നമുക്ക് ആ ലൈൻ വഴി ഒരു ട്രിപ്പ് ഉണ്ട്. ആ ലൈൻ വഴി അങ്ങനെ പകൽ വെളിച്ചത്തിൽ പോകുന്ന വണ്ടികൾ വളരെ കുറവാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ അതുവഴി ഒരു പകൽ ട്രിപ്പ് നമുക്ക് നടത്തണം. അങ്ങനെ പോയി എറകുണ്ടില പോയി കയറാം. നന്ദ്യാൽ വിട്ട പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് സെക്കൻഡ് ലൈൻ വരുന്നത്. ഇവിടുത്തെ ലൈൻ ഇട്ട് കഴിഞ്ഞു. കമ്മീഷൻ വയറിങ് നടക്കുന്നേ ഉള്ളൂ. OHC മാസ്റ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു വയറിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പാണ്യമാണോ എന്താണെന്ന് അറിയില്ല വായിക്കുന്നത്. അങ്ങനെ സ്റ്റേഷനോട് എത്തിക്കൊണ്ടിരിക്കുക. ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു സൈഡിങ് ലൈൻ ഉണ്ട്. അവിടെ കൽക്കരി പോലെ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട്. കേട്ടോ, കൽക്കരി അല്ലത്, വളരെ ഫൈനാണത്. അതെന്ത് സാധനമാണെങ്കിലും അത് ട്രെയിനിൽ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവിടുന്ന് ട്രക്കുകൾ കയറി കൊണ്ടുവന്നത്. അവിടെ ഒരു JCB ഒരു ഹിറ്റാച്ചി ഒരു ട്രക്കിനകത്തൊരു ഈ സാധനം കയറ്റുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അതുകൊണ്ട് കറുത്ത പൊടി പോലത്തെ സാധനം ട്രക്കിലൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരാൻ ഓറും എല്ലാം ആണോ എന്നറിയില്ല. അപ്പുറത്ത് വലിയൊരു ഫാക്ടറി പോലെയും കാണാനുണ്ട്. മെയിൻ ലൈനിൽ 2 ഫ്രൈറ്റർ, മെയിൻ ലൈനിൽ അപ്പുറത്തെ ലൈനുകൾ 2 ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ലൈനിൽ ഒരു ഫ്രൈറ്റർ കിടപ്പുണ്ട്. ഇപ്പോൾ ക്രോസിങ് തന്നെയാണ്. ട്വിൻ അജ്നി വാഗണൈൻസ് ആണ്. പിന്നല്ല, സിംഗിളാണ്. ഇതാണ് സ്റ്റേഷൻ. പാണ്യം എന്നാണ് പേര്. പാണ്യം ചെറിയ സ്റ്റേഷൻ. എനിക്ക് തോന്നുന്നു ഇവിടെ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ട് പുതിയ പ്ലാറ്റ്ഫോം കിട്ടിയതാണെന്ന് തോന്നുന്നു. അതിന് ഇവിടെ ചുമരിനൊക്കെ പണി നടക്കുന്നുണ്ട്. കണ്ടോ, സ്റ്റേഷൻ ചെറുതാണെങ്കിൽ നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഐഡിയ ആക്ച്വലി. സ്റ്റേഷൻ്റെ എസ്തെറ്റിക്സ് കുറച്ചുകൂടെ നന്നാവും. ഇല്ല, അപ്പോൾ അത് ചെയ്ത് വെക്കണം സത്യം പറഞ്ഞാൽ എല്ലാ സ്റ്റേഷനുകളിലും. ഇതാണൊന്ന് പഴയ സ്റ്റേഷൻ ബിൽഡിങ്. സ്റ്റോൺ മേസൺറി വർക്കാണത്.
ഇതാണ് പഴയ സ്റ്റേഷൻ ബിൽഡിംഗ്. ടൈം ടേബിളോ ഫെയർ ലിസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ലൂപ്പ് വഴി 2 ഫ്രൈറ്റേഴ്സിനെ ഓട്ട് ചെയ്ത്. അപ്പുറത്ത് ട്വിൻ G7 ഹോൾഡ് ഫ്രൈറ്ററാണ്. ഗുന്തക്കലിനെയാണ്. ലോക്കോ നമ്പർ എനിക്ക് കിട്ടിയില്ല. ഇത് ഹുബ്ബള്ളിയുടെ ട്വിൻ G9s. ബാക്കിലെന്തോ വലിയൊരു ഫാക്ടറി ഒക്കെ ഉണ്ട്. ഇതായിരുന്നു പാണ്യം സ്റ്റേഷൻ. അടിപൊളി. അപ്പോൾ ഇതെന്താണോ എന്തോ ഫാക്ടറി ആയിരുന്നു തോന്നുന്നു. കണ്ടിട്ട് ഇപ്പോൾ ഫംഗ്ഷൻ ഇല്ലാന്ന്, അത് എക്സ്പാൻഷൻ നടക്കണമെന്ന് അറിയാം. വട്ടവർ ഡസ് ഇവിടുന്ന് ഡബിൾ ഡാണോ എന്നൊരു സംശയം. നമ്മൾ പിന്നെ ലെഫ്റ്റിലോട്ട് ലൂപ്പിലോട്ട് കയറുന്നു. പോയിന്റ്സ് കിടക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ട്രെച്ച് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അതായത് ലാൻഡ്സ്കേപ്പ് അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡോറിലോട്ട് തിരിച്ചു വന്നത്. അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോയതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡബിൾഡാണ്. പാണ്യം വരെയാണ് സിംഗിൾ ലൈന്. അതായത് നമ്മുടെ ദിഗ്വമെട്ട മുതൽ പാണ്യം വരെ സിംഗിൾ ലൈനാണ്. അല്ലെങ്കിൽ നന്ദ്യാൽ പാണ്യം ഡബിളിങ് വർക്ക് ഞാൻ കണ്ടു. ദിഗ്വമെട്ട ടു നന്ദ്യാൽ ഞാൻ വർക്കൊന്നും കണ്ടില്ല. ശ്രദ്ധിക്കാൻ ഞാനോ എന്തോ സംഭവം എനിക്കറിയില്ല. ഗുത്തിയുടെ 34093 BHEL ബിൽറ്റ് ആയിരുന്നത്. ഇതൊരു ഹ്യൂജ് പാടശേഖരം തോന്നുന്നു. ദൂരെ ദൂരെ എനിക്ക് പാടം തന്നെ കാണാം. ഓഫ് കോഴ്സ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതിൽ ബാക്കിയുണ്ട്. അതിന് കത്തിക്കുമായിരിക്കും മോസ്റ്റ്ലി. അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഉണങ്ങി കഴിഞ്ഞാൽ കത്തിക്കുമായിരിക്കും. കാര്യം പല സ്ഥലങ്ങളിൽ കത്തിക്കൽ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് പ്രകൃതിയെ ചൂഷണം ചെയ്യണം, പരിസ്ഥിതി മലിനീകരമാണെന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് കർഷകർ അത് കത്തിക്കും. കാര്യം ആ കരി പിന്നെ വീണ്ടും മണ്ണിലേക്ക് ഇളക്കി ചേർക്കുമ്പോൾ അതൊരു എന്താ പറയുക ഫെർട്ടിലൈസറാണ്, വളമാണ്. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് എന്തോ ഒരു യുണീക്ക്നെസ് ഞാൻ നോക്കിയപ്പോൾ കണ്ടു എന്ന്. നോക്കുക, ഇവിടെ കൃഷിയൊന്നും കാണാനില്ല, പാറയാണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഈ ലൈൻ നോക്കുമ്പോൾ ഇങ്ങനെ എസ് വരെ പാമ്പ് ഇങ്ങനെ ഇഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് നടക്കുന്നത്. അത് പഴയ മീറ്റർ ഗേജ് അലൈൻമെൻ്റ് ആണ് തോന്നുന്നത് കണ്ടിട്ട്. അവിടെ കല്ലൊക്കെ ഇപ്പോഴും ഉണ്ട്. പഴയ അലൈൻമെൻ്റ് ആണ് തോന്നുന്നത്. ഇപ്പുറത്തെ സൈഡിൽ കാടും പാറക്കെട്ടുകളൊക്കെ തന്നെ ഇപ്പുറത്തും. ഇതൊക്കെ കണ്ടോ? ഞാനിത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇത് സാധാരണ ഒരു ലാൻഡ് അല്ലെന്ന് മനസ്സിലായി. വളവുകൾക്കൊരു അതിരില്ല. ബാക്കിലെ മലയൊക്കെ വെട്ടി ചെത്തി ഇറക്കിയിരിക്കുന്നുണ്ടാവും. കൃഷ്ണമ്മ കൊണ.
ഭീകരമായ വളവുകളാണ്. അതാണ് നമ്മളിപ്പോൾ വന്ന കൃഷ്ണമക്കോണ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അവിടെ ഒരു ഫ്രൈറ്റർ കിടപ്പുണ്ടായിരുന്നു. 90 ഡിഗ്രി പോലെയൊക്കെ വളയുന്നത്. ഈ കല്ലുകളാണ് ഇങ്ങനെ ലെയറായിട്ട് അതിങ്ങനെ ഇരിക്കുന്നത്. അത് പൊട്ടിച്ചാൽ കറക്റ്റ് ലെയറായിട്ട് കല്ലിങ് കിട്ടും. ലൈം സ്റ്റോൺ ക്വാറി അതാ കണ്ടത്. ക്രഷർ, മുകളിലെ ക്രഷർ, അവിടെ നിന്ന് അങ്ങോട്ടൊരു മറ്റേ റോപ്പ് വേ കണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് റോപ്പ് വേ ഉണ്ട്. അതിനപ്പുറത്തൊരു സിമെൻറ്റ് ഫാക്ടറിയും കാണാം. അപ്പോൾ ലൈം സ്റ്റോൺ ക്വാറി തന്നെയാണ് അത്. അപ്പോൾ ഇതാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട സിമെൻറ്റ് ഫാക്ടറി. അപ്പോൾ നമ്മൾ കണ്ട ലൈം സ്റ്റോൺ ക്വാറിയിൽ നിന്ന് ലൈം സ്റ്റോൺ ഈ ഫാക്ടറിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെയാണ് സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. എൻ്റെ അമ്മേ, എന്താ വളവുകൾ! ഇതാണ് ആ സിമെൻറ്റ് ഫാക്ടറി. ഇപ്പം ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൂട്ടിപ്പോയതാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയൊന്നും സിമെൻറ്റ് ഫാക്ടറികൾ പൂട്ടിപ്പോയില്ലല്ലോ. അതിനകത്തോട്ടൊരു സൈഡിങ് ലൈനും ഉണ്ട്. പക്ഷേ സൈഡിങ് കണ്ടത് ഉപയോഗിച്ചിട്ട് കുറേ കാലങ്ങളായി പോലെ ഉണ്ട്. ഇതാണ് സൈഡിങ്. ഇത് ഉപയോഗിച്ചിട്ട് കാലങ്ങളായിട്ടുണ്ട്. അതാണ് നമ്മൾ കുറച്ച് കണ്ട സിമെൻറ്റ് ഫാക്ടറി. ഇതാണ് ബുഗനിപ്പള്ളി സിമെൻറ്റ് ഫാക്ടറി, സിമെൻറ്റ് നഗർ. അജ്നീയുടെ ട്വിൻ G9s ബയോ ഓക്സിജൻ റേക്കാണ് സ്റ്റേബിൾഡാന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സ്ഥലത്തിന് വരുന്നത് ബുഗനിപ്പള്ളി സിമെൻറ്റ് നഗർ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഓടി വന്നൊരു സിമെൻറ്റ് ലൈം സ്റ്റോൺ ക്വാറിയുടെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ട്രെയിൻ ഓടി വന്നത്. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ കല്ല് കണ്ടില്ല, ഒക്കെ ഷീറ്റയുടെ കല്ല് കിടക്കുന്നത്. തട്ടി എടുക്കാൻ എളുപ്പമുള്ള ഒരു ഇതായിട്ടാണ് കല്ല്. ട്രെയിനകത്ത് ലഞ്ച് കണ്ടപ്പോൾ ലഞ്ച് മേടിച്ചാലോ എന്നൊരാഗ്രഹം. ചോറും കറിയും ഒക്കെയാണ്. നമ്മൾ മറ്റേ ധോണിന് മേടിച്ചു കഴിഞ്ഞാൽ അത് ബിരിയാണി അല്ലെങ്കിൽ ലെമൺ റൈസൊക്കെയാണ് മേടിക്കുക. ലെമൺ റൈസ് കഴിഞ്ഞ ദിവസം കഴിച്ച അടിപൊളിയായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇത് തന്നെ മേടിക്കാൻ തീരുമാനിച്ചു, വണ്ടി തന്നെ മേടിക്കാൻ തീരുമാനിച്ചു. 130 രൂപ. പക്ഷേ റേറ്റ് ഇച്ചിരി കട്ട് ചെയ്യാം. നമ്മൾ ധോണിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആവില്ലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. വണ്ടിൻ്റെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. ഇതിനകത്ത് ചപ്പാത്തി ഇല്ല, റൈസ് ഉണ്ട് രണ്ടിനകത്ത്, പിന്നെ ദാളുണ്ട്, കുറച്ച് സബ്ജി ഉണ്ട്. ഇതെന്താണെന്നുള്ള നമുക്ക് ധോൺ കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. കാരണം ധോൺ എത്താറേ, ധോൺ സ്റ്റേഷൻ കാണിച്ചിട്ട് നമുക്ക് ലഞ്ചിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ധോൺ ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. തൊട്ട് മുമ്പിലെ സ്റ്റേഷൻ മലക്കാപ്പുറം കഴിയുമ്പോൾ ജസ്റ്റ് ധോൺ എടുക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമുക്ക് ധോണിൽ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ധോണിലും സെക്കൻഡ് പാർട്ട് നമുക്ക് ധോൺ മുതൽ
ബാംഗ്ലൂർക്കുള്ള യാത്രയാക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഏകദേശം ഒരു 13 മണിക്കൂറിൻ്റെ യാത്ര നമുക്ക് 6 മണിക്കൂറിൻ്റെ 2 സ്ട്രെച്ചസ് ആക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ധോൺ എത്തുമ്പോൾ ഏകദേശം 6 മണിക്കൂറാവും. നല്ല ഭംഗിയുണ്ടല്ലോ അവിടെ. ഇപ്പോൾ ചെടികളും കൊണ്ട് അതിന് സൂപ്പറായിരുന്നു. ഇപ്പോൾ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മുടെ വാഗമണിലെ മെഡോസൊക്കെ പോലെ അത്രയും വലിപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് എന്തായാലും. ഈ റൂട്ട് ഇൻ ജനറൽ മൊത്തം വളവുകളാണ്. നമ്മൾ റേക്കൻ എക്സ്ട്രീം പുറകിലാണ്. നമ്മുടെ പുറകിലോട്ട് 2 കോച്ചും കൂടെ ഉണ്ട്, G1ഉം GE1ഉം. മൊത്തം 16 AC എക്കണോമി കോച്ചസാണ് ഈ വണ്ടിയിലുള്ളത്. ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ കഴിഞ്ഞ സീരീസിൽ നമ്മൾ മധുരൈ എക്സ്പ്രസ്സിന്, കാച്ചിഗുഡ മധുരൈ എക്സ്പ്രസ്സിന് പോയപ്പോഴും കാച്ചിഗുഡ ടു ധോൺ ഒരു പാർട്ടും ധോൺ മുതൽ സേലം വരെ അടുത്ത പാർട്ടുമായിരുന്നു. ഇന്നും ധോൺ തന്നെയാണ് പാർട്ട് ആവുന്ന സ്ഥലം. ഇന്ന് ഗുണ്ടൂർ ടു ധോൺ ഒരു പാർട്ടും ധോൺ ടു യശ്വന്ത്പൂർ അടുത്ത പാർട്ടുമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ചില സ്ട്രെച്ചസ് ഈ വീഡിയോയിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആവും. അതായത് ധോൺ മുതൽ ധർമ്മവരം വരെയുള്ള സ്ട്രെച്ച് വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം കാണിക്കാത്ത സ്ട്രെച്ചസ് വിഷ്വൽസ് കാണിക്കാമെന്നാണ് ഇപ്രാവശ്യം വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും 2 പാർട്ടും എല്ലാവരും കാണണം. നമ്മളിപ്പോൾ എന്താ പറയുക, കേരളം നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് കേരളം തമിഴ്നാടൊക്കെ വിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോസ്, പക്ഷേ മറ്റേ കാക്കിനാട ഷിർഡിയുടെ വീഡിയോ ആയാലും അങ്ങനെ കുറച്ച് വീഡിയോസിൽ സപ്പോർട്ട് വളരെ മോശമായിരുന്നു. നമ്മൾ അൺനോൺ സെക്ഷൻ, നമ്മളിതൊരു കണ്ടിട്ടില്ലാത്ത സെക്ഷൻസാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ദയവായി സപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോ കൊണ്ടുവരാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ, ഒരു എൻകറേജ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ദ്രോണാചലം സ്റ്റേഷനോട്ട് കയറുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കർണൂൽ സിറ്റി എന്ന് വരുന്ന ലൈനുണ്ട്. ഇത് അവിടെ റൈറ്റ് സൈഡിലായിട്ട് കർണൂൽ സിറ്റി എന്ന് വരുന്ന ലൈന്, അതിലും ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കർണൂൽ സിറ്റിയിൽ നിന്ന്, അതായത് കാച്ചിഗുഡ, നമ്മൾ കാച്ചിഗുഡ മധുര എക്സ്പ്രസ് യാത്ര ചെയ്തപ്പോൾ നമ്മൾ അതുവഴിയായിരുന്നു വന്നത്. ആ ലൈൻ വഴിയാണ് നമ്മൾ വന്നത് കാച്ചിഗുഡ മധുര എക്സ്പ്രസ് വന്നപ്പോൾ. അത് കാച്ചിഗുഡ കർണൂൽ അങ്ങനെ വരുന്ന ലൈനാണത്. നമ്മൾ ജസ്റ്റ് ധോൺ അഥവാ ദ്രോണാചലം സ്റ്റേഷനിലേക്ക് കയറുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിറച്ച് ലോക്കോസ് ആയിരുന്നു. ഇപ്രാവശ്യം അത് ഗുത്തിയുടെയും വിജയവാഡയുടെ ഒക്കെ ലോക്കോസ് ഉണ്ട്. ഇതാണ് ഡോൺ ജംഗ്ഷൻ. പത്രത്തൂൻ്റെ 3213 DC എന്ന ലൈനാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ അറൈവലോടുകൂടി ഡോൺ ജംഗ്ഷൻ നമ്മൾ എത്തുന്നതോടുകൂടി നമ്മുടെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. അതേപോലെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് അങ്ങനത്തെ മെത്തേഡ്സ് വഴി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ ബൈ മി എ കോഫി പോലത്തെ ഓപ്ഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വേറെന്താ പറയുക, നമുക്കിനി 2ാമത്തെ പാർട്ടിൽ കാണാം ഈ വീഡിയോൻ്റെ തന്നെ. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ signing off from platform 7. See you soon in the next part of this video. Until then, bye bye.